കുട്ടികളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഉള്ളിൽ അവരധ്വാനിക്കാതെ സമ്പാദിക്കാനുള്ള സഞ്ചയികകൾ ഉണ്ടാക്കുക. സ്വയം പോയൊരു പണിയെടുത്തുകൊണ്ടിരുന്ന പണമല്ലാതെ അച്ഛനോടും അമ്മയോടും വാങ്ങിക്കുന്ന പണം കൊണ്ടുവന്ന് സഞ്ചയികയിൽ നിക്ഷേപിച്ച് എൻ്റെ നിക്ഷേപം നിൻ്റെതിനേക്കാൾ കൂടുതലാണെന്ന് മത്സരം വരുന്ന സമയത്ത് അധ്വാനിക്കാതെ പണം സമ്പാദിക്കുവാനുള്ള അഭിവാഞ്ച കുട്ടിയിലുണ്ടാക്കുക. മനസ്സിലായി? ചെയിൻ, മണി ചെയിൻ, ഇങ്ങനെയുള്ളവയ്ക്കൊക്കെ ഈ കുട്ടിയെ സുസജ്ജമാക്കിയിടുക, അതിൻ്റെ ഭാഗങ്ങളാക്കാൻ സുസജ്ജമാക്കിയിടുക. വളരെ ആസൂത്രിതമാണ് തോന്നുന്നില്ലേ? അതോ എനിക്ക് മാത്രമാണോ തോന്നുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത്, നിങ്ങളുടെ കുട്ടിയെ വിടുന്ന സമയത്ത് അമ്മ 100 രൂപ കൊടുത്തു സഞ്ചയികയിലിടാൻ. പിറ്റേ ദിവസം കുട്ടി ഒന്ന് അച്ഛനോട് വഴക്കുണ്ടാക്കി, അമ്മ തന്നിരിക്കുന്നു 100, 110 അച്ഛൻ തരണം. അമ്മയ്ക്ക് വരുമാനം ഇല്ലാഞ്ഞിട്ട് കൂടി അമ്മ തന്നില്ലേ, 110 അച്ഛൻ തരണം. ഇങ്ങനെ മത്സരിച്ച് വാങ്ങിക്കാനും ഒക്കെയുള്ള പ്രവണത കുട്ടിക്കാലത്ത് തന്നെ കുട്ടിയിൽ വർദ്ധിപ്പിക്കുന്നു. ഇത് 2 വയസ്സുള്ള അല്ലെ 3 വയസ്സുള്ള പ്രീ LKG അല്ലെങ്കിൽ പ്രീ കിൻഡർ ഗാർട്ടൻ UKG എന്ന് പറഞ്ഞിങ്ങനെ വളർത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പം കുട്ടികളുടെ മനസ്സിനെ സ്വാതന്ത്ര്യത്തിലേക്കാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി നിതാന്തമായ സ്വാതന്ത്ര്യത്തിലെത്തിച്ച് നിസ്സീമമായ ദുഃഖങ്ങളെ മാത്രം കൊയ്തെടുക്കാൻ പാകത്തിന് വളർത്തിയെടുക്കുകയും സ്വയം അവൻ്റെ കണ്ണുകളും ചെവികളും വളരാൻ അനുവദിക്കാതിരിക്കുകയും അവൻ നേരിട്ട് കാക്കകളെയും പട്ടികളെയും പൂച്ചയെയും കാണാതെ പുസ്തകത്തിലെ പടങ്ങളിൽ നിന്ന് മാത്രം കാക്കയെയും പൂച്ചയെയും പട്ടിയെയും മനസ്സിലാക്കേണ്ടി വരുന്ന കച്ചവടക്കാരൻ്റെ കച്ചവട താല്പര്യത്തിനനുസരിച്ച് മാത്രം ഇവയോരോന്നിനെയും രൂപപ്പെടുത്തി ഇവയ്ക്ക് ഭൂമിയിലുള്ള സ്ഥാനങ്ങളെയും മാനങ്ങളെയും അവൻ കണ്ടും കേട്ടും വളരാതെ ഇവർ പഠിപ്പിക്കുന്നതിലൂടെ മാത്രം വളരാൻ പാകത്തിന് കച്ചവട സംഘങ്ങളുടെ അസ്വാതന്ത്ര്യത്തിൽപ്പെട്ട അധ്യാപകരെ കൊണ്ട് കുട്ടിയുടെ മനസ്സുകളെ വളരെ ചെറുപ്പത്തിൽ തന്നെ മലീമസമാക്കി അസ്വതന്ത്രമാക്കി വളർത്തിയെടുക്കുന്നൊരു വിദ്യാഭ്യാസ സംസ്ഥ. ഇതിൽ വളരെ വിചിത്രമായ ഒന്നുകൂടിയുണ്ട്. ഈ കുട്ടിക്കാലത്ത് കുറേ അധികം കഥകളും കാര്യങ്ങളുമെല്ലാം ചിത്രീകരണമായി വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാൻഡ്രേക്ക് നോക്കുക. കുട്ടികൾ പൊതുവെ കൊണ്ടു കിടക്കുന്ന ഒരു സാധനമാണ് സൂപ്പർമാൻ, മാൻഡ്രേക്ക്. അതുപോലെ തന്നെ മറ്റേ ഫാൻഡം നോക്കുക. ഇതിലൊക്കെ വെളുത്തവൻ നല്ലവനും മനുഷ്യസ്നേഹമുള്ളവനും വെളുത്തവൻ ആരോഗ്യമുള്ളവനും ആത്യന്തികമായി വിജയിക്കുന്നവനും ഒക്കെയാണെന്ന് കറുത്ത വർഗ്ഗക്കാർ താമസിക്കുന്ന ഇന്ത്യയിലെ കറുത്ത കുട്ടികളെ പഠിപ്പിച്ച് അവൻ്റെ തന്നെ ജനിതക സ്വഭാവമായ കറുപ്പിനോട് എതിരുണ്ടാകുമാർ അവൻ്റെ മനസ്സിനെ അസ്വതന്ത്രമാക്കിയെടുക്കുക. ശരിയാണ് സ്വാമിജി. ആ വർണ്ണ വിവേചനത്തിൻ്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് അവൻ്റെ മനസ്സിനെ അസ്വതന്ത്രമാക്കിയെടുക്കുക. ആസൂത്രിതമെന്ന് തോന്നും. ഏതായാലും ആണോ അല്ലയോ എന്ന് എനിക്ക് പറയാനാവില്ല. ആണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് വളരെ ആസൂത്രിതമായാണെന്ന് തോന്നും. എന്തായാലും അവൻ്റെ ദേശപ്പഴമകളെ മുഴുവൻ എതിരിടുന്നത് ഉത്തമമാണെന്ന് കാണിക്കുന്ന കഥകളും കലകളും കൊണ്ടങ്കിതമാക്കുക. അവൻ്റെ ജനിതകത്തിൽ സംഭ്രമമുണ്ടാക്കുക. ശരിയാണ് സ്വാമിജി. അവൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന് അവൻ ജനിച്ചിരിക്കുന്നത്. അവരുടെ അറിവും അവരുടെ ആഹാരവും ഒന്നും അവന് ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് സാൽമ്യം എന്നതാണ്. ഇവിടെയെല്ലാം ഒരു അധിനിവേശം ഉണ്ടാവുക. ഇപ്പം വെജിറ്റേറിയനായ ഒരു സന്യാസി നോൺ വെജിറ്റേറിയനായ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ ചെന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് സുലഭമായി ലഭിക്കുന്ന, അവരുമായി താതാത്മ്യം പ്രാപിച്ച, അവരുടെ ജനിതകത്തിന് ഇഷ്ടപ്പെട്ട, അവരുടെ ആരോഗ്യത്തിന് പറ്റിയൊരു സാധനം മാറ്റിവെച്ചിട്ട് അവിടെ കിട്ടാത്തൊരു സാധനം പുറത്തുനിന്ന് വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടാക്കുമാറ് വെജിറ്റേറിയനിസത്തെക്കുറിച്ച് പ്രസംഗിച്ച് അവരെ മുഴുവൻ മാറ്റിമറിച്ച് നാളെ മുതൽ വളരെ വിലപിടിച്ച വെജിറ്റബിൾസ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് അവിടെ കച്ചവടം ചെയ്യുമ്പോൾ കച്ചവടക്കാരന് വളർച്ചയുണ്ടാകുമെന്നല്ലാതെ ഇവർ രോഗികളായി മാറും. ജനിതക വിഭ്രമങ്ങൾ ഉണ്ടാക്കുക, അത് ശാസ്ത്രമാണെന്നും അറിവാണെന്നും തെറ്റിദ്ധരിപ്പിക്കുക, അത് സംഘടിതമായും വികാരപരമായും കൊണ്ടുപോവുക, അതൊരു വിശ്വാസമാക്കി മാറ്റുക. ഇവയൊക്കെ ശാസ്ത്രമാണെന്ന് തെറ്റിദ്ധരിക്കുക.
ഗ്രാഫ് വരച്ചാൽ, ചിത്രം വരച്ചാൽ ഒക്കെ ശാസ്ത്രമാണെന്നൊരു തെറ്റിദ്ധാരണ വരുത്തുക. വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലായാൽ ശാസ്ത്രമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുക. മലയാളത്തിൽ പറഞ്ഞാൽ, സംസ്കൃതത്തിൽ പറഞ്ഞാൽ അത് അന്ധവിശ്വാസവും അനാചാരവുമായി മാറുകയും ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം ശാസ്ത്രമായി തീരുകയും ചെയ്യുമെന്ന് ഒരു ജനതയെ തെറ്റിദ്ധരിപ്പിക്കുക. ഭാഷാപരമായ ഒരടിമത്വം ശാസ്ത്രീയമായും അനാചാരപരമായും രണ്ട് സങ്കല്പങ്ങൾ കൊടുത്ത് അവൻ്റെ മസ്തിഷ്കത്തെ അടിമത്തത്തിൽ ഉറപ്പിച്ചു നിർത്തുക.